മതികലയുടെയും മനസ്സിജന്റെയും ബന്ധം സീതയിൽ സംശയങ്ങൾ ഉണർത്തുന്നു. ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയ സീത അവ കൈയോടെ പിടികൂടിയെങ്കിലും മതികലയുടെ ഭീഷണിക്ക് മുന്നിൽ സീതയും തളർന്നു പോകുന്നു. മനസ്സിജന്റെ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂടിയെന്ന് പറയും. മനസ്സിജനും അത് തന്നെ ഏറ്റു പറയും. നേരം വെളുക്കും മുമ്പ് കുറ്റിച്ചൂലെടുത്ത് നിങ്ങളെ അടിച്ചിറക്കും ഇവിടെ ഉള്ളവര്. നമുക്കിടയിൽ വന്ന് സീതയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞ അതോടെ തീർന്നു. വയലോരം വീട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ദൈവവും നീ ഇപ്പൊ ദേവതയാണ്. ഒറ്റയടിക്ക് നമ്മൾ ശത്രുക്കളാവും. നിനക്കെതിരെ ആരെന്തു പറഞ്ഞാലും അത് നമ്മുടെ ശാരദാമ്മയാണെങ്കിൽ കൂടി വയലോരം വീടിന്റെ ശത്രു ആവണം. വയലോരം വീട്ടിൽ മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വിള്ളൽ വീഴ്ത്തി അശാന്തിയുടെ കാർമേഘം മൂടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉമ്മറത്ത് ഓടിക്കളിക്കുന്ന നിങ്ങളുടെ സ്വന്തം കുട്ടിമണിക്കും വയലോരം വീട്ടിലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തുടർന്ന് കാണുക. രവിമോൻ വന്നു കേട്ടോ. ഈശ്വര, രവിട്ട വന്നോ? എന്നെ ശാരദേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ആ കൊച്ചിന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? നിന്റെ മോ ഭാഗ്യമുള്ളവനാടി. ആഹാ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. രവിയേട്ടൻ ഇത്തിരി ക്ഷീണിച്ചു. ആണോ? ആ, അങ്ങൊന്ന് ഒറ്റയിരിപ്പിൽ വന്നതല്ലേ, അതുകൊണ്ടാവോ? അയ്യോ രവിട്ട, യാത്രയൊക്കെ സുഖമായിരുന്നോ? തന്റെ ഭാവം കണ്ടാ തോന്നും ഞാൻ ഗൾഫിൽ നിന്ന് വരുവാന്ന്. ഇന്നോട് രവിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. ഏട്ടത്തി, ബാലട്ടൻ കടയിൽ പോയോ? ആ പോയി. എന്തുണ്ട് വിശേഷം? വിശേഷം എന്ത് വിശേഷമാ രവി മോനെ? ആ അമ്മേ, നീ അകത്തേക്ക് വാടാ. വന്ന് വേഷം മാറ്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, വാ. ആയിക്കോട്ടെ അമ്മേ. സീതേച്ചിയുടെ മുന വെച്ചുള്ള നോട്ടമൊക്കെ ഞാൻ കണ്ടു. അസലായിട്ടുണ്ട്. നിന്റെ അഭിനയവും ഞാൻ കണ്ടു. അത് അതിനേക്കാളും അസലായിട്ടുണ്ട്. മനുഷ്യജീവിതം അങ്ങനെ സീതേച്ചി, കുറച്ച് അഭിനയമൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ സീതേച്ചി അഭിനയിക്കുന്നില്ല എന്ന് ആര് കണ്ടു? കളി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ലോകത്ത് എല്ലാവരും കുറെ രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ. ഭാര്യയെ മറച്ചു ഭർത്താവ്, ഭർത്താവിനെ മറച്ച് ഭാര്യ, അച്ഛനമ്മമാരെ മറച്ച് മക്കൾ. ലോകമേ അങ്ങനെ. ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒന്നറിയാം, ഭർത്താവിന്റെ മുമ്പിൽ സ്നേഹം അഭിനയിച്ചിട്ട് മറ്റൊരുത്തനൊപ്പം ജീവിതം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന്. തെറ്റും ശരിയും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടില്ല സീതേച്ചി. സീതേച്ചിക്ക് തെറ്റെന്ന് തോന്നുന്നത് എനിക്ക് ശരിയായിരിക്കാം. അതിന്റെ പിന്നിൽ അതിന്റേതായ കാരണവും കാണും. ഇതിന് പിന്നിൽ എന്ത് കാരണങ്ങൾ കല പറഞ്ഞാലും എനിക്ക് മനസ്സിലാവത്തില്ല. സീതേച്ചി മനസ്സിലാക്കണ്ട. എന്റെ ജീവിതത്തിൽ ഇടപെടുകയും വേണ്ട. പിന്നൊരു കാര്യം, എന്റെ കണ്ണുവെട്ടിച്ച് രവിയേട്ടനോട് എന്തെങ്കിലും പറയാമെന്നാണ് സീതേച്ചി കരുതുന്നതെങ്കിൽ അതിന്റെ ഫലം വളരെ മോശമായിരിക്കും. ജീവിതം പോകുന്നത് എന്റേത് മാത്രമായിരിക്കില്ല, എല്ലാവരുടെയും പോവും. സീതേച്ചി കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ.
പൊന്നു ശാന്ത, നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാതെ. പഞ്ചായത്തിൽ നിന്ന് ഇനി ആട്ടുംകുട്ടിയെ കിട്ടുമല്ലോ, അന്നേരം ആദ്യം ഒരെണ്ണം ശാന്തയ്ക്ക് തരാം. ഇല്ലേലേ മെമ്പർ വിവരം അറിയും. ശ്ശോ, നിനക്കൊരു കാര്യം അറിയാവോ? രഹസ്യമാ. എന്നാലും ഞാൻ നിന്നോട് പറയാം. ഈ വർഷം പഞ്ചായത്ത് ഓരോ വീട്ടിലും ഓരോ ആനക്കുട്ടിയെ കൊടുക്കാൻ പോകും. ഒരാനക്കുട്ടിയെ കിട്ടിയ പിന്നെ നീ രക്ഷപ്പെട്ടില്ലേ ശാന്തേ? ആ പിന്നെ എനിക്ക് ആനമുട്ട വിറ്റ് സുഖമായിട്ടൊക്കെ ജീവിക്കാലോ. ഒന്ന് പോ മെമ്പറെ. എന്തോ മെമ്പർ നടുറോട്ടിലൊരു ഗലാട്ട. ശാന്തയുടെ വക ഒരു മുടിയഴിച്ചാട്ടം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത ഒരു ആട്ടുംകുട്ടി പനി വന്ന് ചത്തുപോയെന്നു. അതിനിപ്പം ഞാൻ എന്നാ ചെയ്യാനാ? എനിക്കറിയാമോ ഈ ആട്ടുകുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത്? കൊള്ളാവുന്നതിനല്ല, സരോജനിക്ക് ദേവയാനിക്ക് മോളിക്കും കൊടുത്തിട്ടെ ഒരു തരികട സെറ്റപ്പിനെയാ ബാല എനിക്ക് തന്നത്. ശാന്ത അങ്ങനെ പറയരുത്. എന്റെ ജനസമ്പർക്ക പരിപാടിയിൽ ശാന്ത കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് വേറെ ആരും. എന്നാ പിന്നെ നിങ്ങളുടെ വഴക്ക് നടക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് ആ, നീങ്ങും. എന്നിട്ട് നടക്ക്. അല്ല ബാല, നിങ്ങൾ എങ്ങോട്ടാ? സീത ഒരു അമ്പലത്തിൽ പോവാ, കാട്ടിൽ ഭഗവതി ക്ഷേത്രം. ആ, അല്ലെങ്കിലും ഭഗവതിയൊക്കെ ഇപ്പൊ കാട്ടില്ല. അല്ലാത്ത പെണ്ണുങ്ങളിപ്പോ നാട്ടിലെ തുള്ളിച്ചാടി നടക്കുക. ശരി മെമ്പറെ. ശരി. മെമ്പറെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ. അയ്യോ, എന്ത് തീരുമാനമാ? എനിക്ക് അത്യാവശ്യമായിട്ട് ലേസാൻ കമ്മിറ്റിക്ക് പോകണം. മെമ്പറെ, മെമ്പറെ നിൽക്ക്. ഇവിടെ വരില്ലേ? നിൽക്ക് ഇവിടെ. എനിക്ക് കമ്മിറ്റി നിൽക്ക് ഇവിടെ. ഇറങ്ങിക്കോ. താൻ എപ്പോ തിരിച്ചു വരും? എന്തായാലും വൈകുന്നേരം ആകും ബാലേട്ടാ. ഇത്രയും ദൂരം തന്നെ ഒറ്റയ്ക്ക് വിടുകയെന്ന് വെച്ചാ എന്തോ ഒരു പേടി പോലെ. ബാലേട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാലും എന്തോ ഒരു അല്ല, അമ്മ പറയാറുണ്ടേ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ആദി കൂടുതലാണെന്ന്. അത് പണ്ടേയുള്ള സ്വഭാവമാ. ഈ പ്രായത്തിൽ ഇനിയിപ്പോ അത് മാറത്തൊന്നുമില്ല. ഇത് വെച്ചോ. ഇന്നെന്തോ വിശേഷ ദിവസമാണെന്നല്ലേ പറഞ്ഞത്? പൂജകളൊക്കെ ചെയ്തോ, ഒന്നും മുടക്കണ്ട. അല്ല, തനിക്കെന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല ബാലേട്ടാ. ആ പിന്നെ ഉച്ചയ്ക്ക് എവിടെ നിന്നും ഭക്ഷണം കഴിക്കണം, പട്ടിണി ഇരിക്കരുത് കേട്ടോ. ശരി. എനിക്കറിയായിരുന്നു മോളിന്ന് വരുമെന്ന്. 4 വർഷമായിട്ട് ഒരു പ്രാവശ്യം പോലും മോള് മുടക്കിയിട്ടില്ലല്ലോ ഈ ദിവസത്തെ വരവ്. വരാതിരിക്കാനാവില്ലല്ലോ. അത്ര വലിയ സമ്മാനമല്ലേ ദേവി എനിക്ക് തന്നത്. ദേവിയെ കുറ്റം പറയണ്ട. നല്ലവർക്ക് നന്മ വരാനേ ദേവി ആഗ്രഹിക്കൂ. എന്തെങ്കിലും ഒന്നും മുൻകൂട്ടി കാണാതെ ദേവി ഒന്നും ചെയ്യില്ല. തിരുമേനി, എന്നാ ശരി, ഇനി അടുത്ത കൊല്ലം കാണാലേ? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. നെഞ്ചിലൊരു നെരുപ്പോടുമായിട്ടാ ഞാൻ വയലോരം വീട്ടിൽ കഴിയുന്നത്. ഓരോ നിമിഷവും നീറി നീറി കഴിയാൻ ഞാൻ എന്ത് വേണം പറ? എല്ലാ സത്യവും ബാലേട്ടനോട് തുറന്നു പറയട്ടെ ഞാൻ. എന്നിട്ട് തരുന്ന ശിക്ഷയും വാങ്ങി തിരിച്ചു പോകട്ടെ. എനിക്ക് വയ്യ ഇങ്ങനെ ഉരുകി ഉരുകി കഴിയാൻ. ഹേമേ, ഞാനടി സീത. ഇവിടെ അമ്പലത്തിൽ വന്നതാ. ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഒരു ബോംബിന്റെ പുറത്ത് ജീവിക്കുന്ന പോലെയാ ഞാനിപ്പോ. ഏത് നിമിഷവും എല്ലാം പൊട്ടിത്തകരുന്നെന്നറിയില്ല. ചിലപ്പോ തോന്നും എല്ലാം ഒരു കത്തിൽ എഴുതി വെച്ചിട്ട് അങ്ങ് ചത്താലോ എന്ന്. ഞാൻ വെക്കുക, പെട്ടെന്ന് തിരിച്ചു ചെല്ലണം. അടുത്ത് തന്നെ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. ശരി.
साफ किया तू? हाँ मैडम। ओ उधर रखो ऊपर तीसरे वाले पे। ओके मैडम। जाओ संभाल के रखो। ജലജെ ആ? നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. എന്താ? നമ്മുടെ ദുബായ് ഓഫീസിന്റെ ചാർജ് രവി ഏൽപ്പിച്ചാലോ? അതിനവൻ എന്തോ കുന്തോ അറിയാം. പെട്ടിക്കട നടത്തിപ്പോലും പരിചയമില്ലാത്തവനെയാ അണ്ടകടാഹം പോലത്തെ ഓഫീസ് ഏൽപ്പിക്കാൻ പോകുന്നേ. ജോലി ചെയ്ത് പഠിക്കുന്നതാ. ഓ, എല്ലാവരും നിന്നെ പോലെ സർവജ്ഞപീഠം കയറി നിൽക്കുന്നവരല്ലോ. ഓ രവിയെ മാത്രമല്ല ദുബായിലേക്ക് വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒപ്പം നിന്റെ മകളെ കൂടെ അയക്കുന്നുണ്ട്. അവളെയോ? അവളെ എന്തിനാ വിടുന്നത്? വിടാതെ പിന്നെ അവളിവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? ഓ, രവി അടുത്തുള്ളപ്പോ തന്നെ അവള് കാണിക്കുന്ന കള്ളത്തരങ്ങൾ അറിയാമല്ലോ. അപ്പൊ പിന്നെ രവി നാട്ടിലില്ലെങ്കിലോ? അതിന് നിങ്ങൾ പറഞ്ഞാൽ അവൾ അനുസരിക്കുവോ? വളർത്തിയ നീയല്ലേ, അതുകൊണ്ട് സാധ്യത കുറവാണ്. ആ, പിന്നൊന്ന് പറഞ്ഞു നോക്കാം. രവിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ആ, നാട്ടുകാരെ കാണിക്കാനെങ്കിലും അവക്ക് രവി അനുസരിച്ചല്ലേ പറ്റൂ. പിന്നെ നീ ഒന്ന് നിർബന്ധിക്കണം. കൈയില്ലാത്ത ബ്ലൗസ് ഇട്ട് ചുണ്ടും ചോപ്പിച്ച് പ്രായം കുറച്ച് നടന്നിട്ട് കാര്യമില്ല ജലജെ. പെൺമക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും വേണം അമ്മമാര്. അത് ശരി, നിങ്ങൾ എന്നെ ഭരിക്കാൻ വരികയാണോ? അയ്യോ, ഭരിച്ചതല്ല, കാര്യം പറഞ്ഞതാ. മനസ്സിജൻ രക്ഷകനെ പോലെ ഒരു പുഴുവായിട്ട് വയലോരം വിട്ട് പറ്റിക്കൂടിയിരിക്കുക. നാളെ അവനൊരു സർപ്പമായിട്ട് നിന്റെ മകളുടെ കഴുത്തിൽ വരിഞ്ഞു മുറുകും. ആദ്യമേ ദുബായ് പരിപാടി ഒന്ന് നടക്കുമോ നോക്കട്ടെ. അല്ലെങ്കിൽ എനിക്കറിയാം എന്തു വേണമെന്ന്. എന്നിട്ട് രവേട്ടൻ എന്ത് തീരുമാനിച്ചു? ദുബായ് ഓഫർ നല്ലതല്ലേ, പോവാന്ന് കരുതി. പോവാനോ? അതെ, എന്താ? എന്റെ രവേട്ടൻ എങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ഒരാളായി പോയല്ലോ. എന്താ മതി? ഈ വീടും ഇവിടുത്തെ ആളുകളെയൊക്കെ വിട്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് രവേട്ടന് തോന്നുന്നുണ്ടോ? മതി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. എന്ത് കുന്തമാണെങ്കിലും ഞാൻ വരില്ല രവേട്ട. എന്റെ അച്ഛന് പിന്നെ പണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. രവേട്ടൻ അത്തരത്തിലാവരുത്. രവേട്ട, നമുക്ക് ബന്ധങ്ങളാണ് വലുത്. ഈ വീട്, അമ്മ, അപ്പച്ചിയമ്മ, നമ്മുടെ കുട്ടിമണി, ഇവരെയൊക്കെ വിട്ട് എനിക്ക് പോവാൻ പറ്റുമോ രവേട്ട? ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞെന്നുള്ളൂ. മതി, നീ തീരുമാനിക്കുന്ന പോലെയല്ല. എന്താ പോരെ? ബാലേട്ടാ ദാ ചൂടുണ്ടേ? എനിക്ക് ഇങ്ങനെ തിരിച്ച് ആയോ കൊടുത്തേ? മോളെ പിന്നെ കൊടുക്കാൻ നമുക്ക്. ഇപ്പൊ കൊടുക്കണം, വലിയ ഇഷ്ടമൊക്കെ. കൊടുക്കടാ. കൊടുക്കണേ. ബാലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കലമോളെ? എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നല്ലോ. 4 ദിവസത്തേക്ക് ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോവും. പോവുന്നത് ഞാൻ മാത്രമല്ല, കുട്ടിമണി എന്റെ കൂടെ ഉണ്ട്. കുട്ടിമണിയോ? കുട്ടിമണി എന്തിനാ? കുട്ടിമണി എന്റെ കൂടെ വരുന്നത് കേട്ടപ്പോ സീതേച്ചി എന്തിനാ ഞെട്ടുന്നേ? അയ്യോ, ഞാൻ ഞെട്ടിയതൊന്നും അല്ല. കുട്ടിമണി എന്തിനാ വരുന്നേന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കുട്ടിമണിയും മനസ്സിനെയും ഞാൻ വിരുന്നിന് വിളിച്ചോണ്ട് പോവാ. വിരുന്നോ? അല്ല, കുട്ടിമണി ഇതുവരെ വീട് മാറി നിന്നിട്ടില്ലല്ലോ. വേറെ എവിടെയെങ്കിലും പോയി നിന്നാല്? അതിനെന്താ, വേറെ ആരുടെയും വീട്ടിലേക്കൊന്നും അല്ലല്ലോ, എന്റെ വീട്ടിലേക്കല്ലേ. ഞാനുണ്ടല്ലോ കൂടെ. കലമോളുടെ വീട്ടിലേക്ക് കുട്ടിമണിയെ കൊണ്ടുപോട്ടെ. നല്ലതല്ലേ അമ്മേത്? അവള് പുറംലോകമൊക്കെ ഒന്ന് കാണട്ടെ. അവള് പുറത്തുള്ളവരെയൊക്കെ കാണുകയും ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ അവളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വരും അമ്മേ. കലമോള് പറയുന്ന പോലെ നടക്കട്ടെ. കുട്ടിമണിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് മോളല്ലേ? അപ്പോ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോവും കേട്ടോ. കൊച്ചേച്ചി, നമ്മൾ എങ്ങോട്ടാ പോന്നേ? കൊച്ചേച്ചിനെ എങ്ങോട്ടാ കൊണ്ടുവന്നേ? മോളെ കൊണ്ടുപോകുന്നതേ കൊച്ചേച്ചിയുടെ വീട്ടിലേക്കാ. മോളെയും കൊണ്ട് കൊച്ചേച്ചി ഒരു പോക്കങ്ങ് പോവും. കണ്ടോണം ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. വാ മോളെ, വാ.
സീതേടത്തി, ഞാൻ സീതേടത്തിയോട് ആദ്യമേ പറഞ്ഞതാ വെറുതെ എനിക്ക് വഴി വിലങ്ങായി നിൽക്കരുതെന്ന്. കുട്ടിമണിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് ചിലപ്പോൾ വിരുന്നിനോ വിശ്രമത്തിനോ ചാക്കാലയ്ക്കോ ശ്രാദ്ധത്തിനോ ആവും. സീതേടത്തി അതിൽ നെഞ്ചുരുകേണ്ട ഒരു കാര്യവുമില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് എന്റെ നെഞ്ചുരുകുന്നത്. ഈ വീട്ടില് നിന്നെ അറിയാവുന്ന ഒരാൾ ഞാനാണല്ലോ. സീതേടത്തിക്ക് എന്നെ ശരിക്കും അറിയില്ല. അതാ സീതേടത്തി ഇങ്ങനെ സംസാരിക്കുന്നത്. ആദ്യമായി കണ്ടപ്പോഴും ഏട്ടത്തിന്ന് വിളിച്ചപ്പോഴും നിങ്ങളോട് എനിക്ക് ഇത്തിരി ഇഷ്ടം തോന്നിപ്പോയി. അതിപ്പോഴും ഉണ്ട്. അതാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിന്നെയും ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ വീടിന്റെ സമാധാനം അതങ്ങനെ തന്നെ നിൽക്കുന്നതിന് വേണ്ടി എല്ലാം ഞാൻ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്ന് വരും. ഞാൻ പറയുന്ന കാര്യം നിഷേധിക്കാനുള്ള ധൈര്യവും ശക്തിയും നിനക്ക് കാണില്ല. അതെനിക്കറിയാം. സീതേടത്തി, നിങ്ങൾ അപകടത്തിലേക്കാ പോകുന്നത്. ഞാൻ വീണ്ടും പറയുക, ഇവിടെ വെച്ച് നിർത്തിയേക്കണമെല്ലാം. നിർത്തിയാൽ സീതേടത്തിക്കും ബാലേട്ടനും ഒന്നിച്ച് സുഖമായി ജീവിക്കാം. ഇല്ലെങ്കിൽ നീ എന്നെ എന്റെ ഓടി. സീതേടത്തി, വണ്ടും ചത്തു വിളക്കും കെടുത്തി എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനു മുന്നിലും കൃത്യമായ കാരണങ്ങളുണ്ട്, ലക്ഷ്യമുണ്ട്. നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതൊന്നും നിങ്ങളുടെ വിഷയമേ അല്ല. ഞാൻ വീണ്ടും പറയുക, നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും ഞാൻ മനസ്സിൽ എന്തുദ്ദേശിക്കുന്നുവോ അത് ഞാൻ നടത്തിയിരിക്കും. വെറുതെ തടയാനോ തടഞ്ഞു മുറിവേൽക്കാനോ നിൽക്കരുത്, പ്ലീസ്. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ പറ്റൂ. എന്തിന്? സീതേടത്തെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്നെ ഒരു കള്ളപ്പുള്ളിയെ പോലെ പുറകെ നടന്ന് വാച്ച് ചെയ്യുക. ഒന്ന് പറഞ്ഞു ഒതുക്കിയേ പറ്റൂ. അവരോട് നേരിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പോത്തിനെ ചാരി എരുമയെ വെട്ടുന്ന വഴി എനിക്കറിയാം. ഞാനങ്ങ് വന്നോളാം. എത്രയും പെട്ടെന്ന് വരണം. ഒന്ന് ഭയപ്പെടുത്തി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പറയാനുള്ള കാര്യങ്ങൾ അമ്മ ഒരു മടിയും കൂടാതെ ഇവിടെ വന്ന് അമ്മ പറയാൻ വേണം. ഞാൻ വരാം. എന്റെ രീതി നിനക്കറിയാലോ. കണ്ണും മൂക്കും ഇല്ലാത്ത ഇടപെടലായിരിക്കും. അമ്മ എങ്ങനെ വേണമെങ്കിലും ഇടപെട്ടോ, പക്ഷേ ഞാൻ ഒന്നിലും ഇടപെടാതെ മാറി എങ്ങ് നിൽക്കത്തേ ഉള്ളൂ. നീ അങ്ങനെ നിന്നാ മതി. ചെയ്യാനുള്ളതും പറയാനുള്ളതും ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം. അല്ല, അമ്മ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ നാളെ തന്നെ വന്നേക്കാം മോളെ. നീ നോക്കിക്കോ, നാളെ ഞാനൊരു വരവുണ്ട്. നിന്റെ മനസ്സ് അസ്വസ്ഥമാക്കാൻ ഒരാളും വയലോരത്തുണ്ടാവില്ല. അത് മതി. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഞാൻ അമ്മയെ വിളിച്ചിട്ടുമില്ല, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുമില്ല. ശരി മോളെ, ഞാനെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളാം. എന്റെ മോൾക്ക് സ്വസ്ഥതയോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലേ? നീ ഇവിടെ കിടന്ന് വലിയ പുള്ളി കളിക്കാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അയ്യോ, ഒരറിയിപ്പില്ലാതെ അതിശയായിരിക്കുന്നല്ലോ. ചില കാര്യങ്ങൾക്ക് വരേണ്ടി വന്നല്ലേ പറ്റൂ. എവിടെ നിങ്ങളുടെ മോള് കുട്ടിമണി? ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. എന്താ കാര്യം? എന്താ അമ്മേ, എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അമ്മയോ? എന്താ അമ്മ ഒന്ന് വിളിച്ചു പോലും പറയാതെ പോന്നേ? നിനക്ക് സുഖാണോ മോളെ? എനിക്ക് സുഖത്തിന് എന്താ കുഴപ്പം? ഞാനിവിടെ നല്ല സുഖമായി തന്നെ ജീവിക്കുന്നത്.
എനിക്ക് പക്ഷേ കുട്ടിമണിയോടൊന്ന് സംസാരിക്കണം. കുട്ടിമണി എവിടെ? കുട്ടിമണി, ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോൾക്ക് സ്വസ്ഥതയോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലേ? നീ ഇവിടെ കിടന്ന് വലിയ പുള്ളി കളിക്കാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നിന്റെ പൊട്ടത്തരവും പമ്മത്തരവും അതിസാമർഥ്യമൊന്നും എന്റെ കൊച്ചിനോട് വേണ്ട കേട്ടോ. മിണ്ടരുത് നീ. എന്റെ കൊച്ചിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി നീ ചെയ്താ വെച്ചേക്കില്ല ഞാൻ. പറഞ്ഞത് കേട്ടല്ലോ. പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇവളെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ ഒന്നുണ്ട്, എന്റെ കൊച്ചിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.